നമസ്കാരം. ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നതുവരെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ല എന്ന നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. 12 ബില്യൺ ഡോളറിന്റെ ആസ്തികൾ വിട്ടു നൽകുമെന്നത് ഉൾപ്പെടെയുള്ള കർശനമായ ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. IRGCയുമായി ബന്ധപ്പെട്ട കുറഞ്ഞത് 12 ബില്യൺ ഡോളർ വരുന്ന ഇറാനിയൻ ആസ്തികൾ അമേരിക്ക വിട്ടു നൽകണം. എണ്ണയുമായി ബന്ധപ്പെട്ട എല്ലാ ഉപരോധങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യണം. ലെബനിൽ നിന്നും ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുമെന്നതും കരാറിലെ പ്രധാന നിബന്ധനയാണ്. ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാതെ ജലപാത തുറക്കുന്നത് കരാറിന്റെ വിശാലമായ ചട്ടക്കൂടിനെ ദുർബലപ്പെടുത്തുമെന്ന് റിപ്പോർട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നുകൂടിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ഇതിലൂടെയുള്ള ചരക്കു നീക്കത്തിന് തടസ്സം നേരിട്ടാൽ അത് ആഗോള ഊർജ വിപണികൾ വൻ പ്രത്യാഘാതങ്ങൾ നേരിട്ട് സൃഷ്ടിക്കും. അമേരിക്കയിൽ നിന്നുള്ള ഒരൊറ്റ ഇളവിലേക്ക് കാര്യങ്ങൾ പരിമിതപ്പെടുത്താൻ ഇറാൻ തയ്യാറല്ല. പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും നിറവേറ്റിയ ശേഷം മാത്രമേ സമുദ്ര ഗതാഗതം പുനരാരംഭിക്കൂ എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ അതായത് ഈ ഒരു നയം വ്യക്തമാക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ കടുത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കാണ് വഴിതുറക്കുന്നത്. കരാർ വ്യവസ്ഥകൾ പാലിക്കാതെ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ഈ കർശനമായ നിലപാട് അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകൾ വലിയ ഒരു വഴിത്തിരിവാകും. ഏതായാലും ആദ്യ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ US-ഇറാൻ സമാധാന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടി എന്ന അവകാശവാദവുമായി ഇറാൻ എത്തിയത്. അമേരിക്ക നടത്തിയ വ്യക്തമായ വിശ്വാസ വഞ്ചനയ്ക്കും തെക്കൻ ലെബനിലെ ഇസ്രയേൽ തുടരുന്ന വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് മറുപടിയാണ് ഈ നടപടിയെന്നും സൈനിക കമാൻഡർ വ്യക്തമാക്കുന്നു. അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് ഹോർമൂസ് വീണ്ടും അടച്ചതെന്നാണ് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ പറയുന്നത്. എന്തായാലും ആഗോള ഊർജ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന ഈ തർക്കം സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മേഖലയിലെ സമാധാനം നിലനിർത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും പിരിമുറുക്കവും തുടരുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതേസമയം ഈ മേഖലയിലെ കപ്പൽ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നതിന് തെളിവുകളൊന്നും ഇല്ല എന്നാണ് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിച്ചത്. US-ഇറാനുമായി ഉണ്ടാക്കിയ 14 പോയിന്റ് കരാറിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ നിലനിൽക്കുമെന്നും തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി US-ന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഈ നടപടിയെ തങ്ങളുടെ പ്രതികരണത്തിന്റെ ആദ്യഘട്ടം എന്ന് വിശേഷിപ്പിച്ച ഇറാൻ ആക്രമണം തുടരുകയാണ് എങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെടിനിർത്തൽ ധാരണയിൽ 1-ാം വകുപ്പിന്റെ വാഗ്ദാനങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഇറാൻ ഈ സംഭവ വികാസങ്ങളെ കാണിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇനി സമാധാന കരാറിൽ ഇനി ലംഘനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.